ഹായ്, എല്ലാവർക്കും മേറനാടൻ നാട്ടുവാർത്തയുടെ ഗ്ലോക്കൽ ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താണ് ഗ്ലോക്കൽ ന്യൂസ്? മേറനാടൻ നാട്ടുവാർത്ത ആരംഭിച്ചിട്ടുള്ള പുതിയൊരു ഭക്തിയാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുരങ്ങളൊക്കെ എന്ന് നമ്മോട് സംസാരിക്കുന്നത് കൾട്ടിവൈസിറ്റി ഫൗണ്ടർ. കൾട്ടിവൈസിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. കൾട്ടിവൈസിറ്റി ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ PK നൗഷാദ് സാറാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കും. സ്വാഗതം സർ. Okay, thank you so much. Thank you. Welcome. Mr. Muhammad Abdurrahman, the founder and chief editor of the Yaranadan Natuvarta, which is a RNA registered, the first RNA registered Glocal media, and which having a video portal is called ANTV. Here, today, we have an opportunity to discuss about the new venture started by the NTV about the Glocal news. Sir, excuse me, let us discuss in Malayalam. So our audience, most of them in Malayalis. Yeah. But I know very well. You know, English is the language of England. Yeah. English, the name of what is the denote? The English stands for the language of England. Here the Malayalam, that is called the Kurlish, the language of Kerala. I would like to introduce Malayalam as Kurlish, the language of Kerala. Whatever we are talking here, you know, there is a universal language is there. That is Noam Chomsky's universal theory of language is that, we have to decolonize the language. That's why നമ്മുടെ ഭാഷയുടെ സംസ്കാരത്തിന്റെ അപകോളനീകരണമാണ് ഇന്ത്യ ഇന്ന് ഡിസേർവ് ചെയ്യുന്ന ഒന്ന്. അതുകൊണ്ട് ഇറ്റ്സ് കോഡ് സ്വിച്ചിങ് എന്ന് പറയും. കോഡ് സ്വിച്ചിങ് മീൻസ് വി ക്യാൻ യൂസ് മിക്സ്ചർ ഓഫ് ഓൾ ദി ലാംഗ്വേജസ്. ആസ് എ സൈക്കോളജിസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ ആസ് ലാഡ് മീൻസ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. ലാഡ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഡിവൈസാണ്. എന്താണോ നമ്മുടെ പ്രകൃതിയിൽ നിന്നും പരിസ്ഥിതിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഭാഷ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഇതിനെ മോണ്ടിസോറി കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് അബ്സോർബൻ മൈൻഡ് എന്നുള്ള. അബ്സോർബൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോഞ്ച് പോലെയാണ്. ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് അത് ആഗീരണം ചെയ്യും. നമ്മുടെ ഏർലി സ്റ്റേജിലാണ് ഇത് നടക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ സിസ്റ്റത്തിൽ 1, 2, 3 ഭാഷകൾ പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭാഷ സ്വാംശീകരിക്കാൻ പറ്റിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഏർലി പീരീഡ് ആണ്. ഒരു കുട്ടിയുടെ സെൻസറി പീരീഡ് എന്ന് പറയുന്നത് ഫ്രം ദി ബർത്ത് ടു ഫസ്റ്റ് 1000 days ആണ്. ആദ്യത്തെ ഫസ്റ്റ് 1000 days ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിലെ അംഗനവാടി സിസ്റ്റം നമുക്കറിയാം, തീരെ ക്വാളിഫൈഡ് അല്ലാത്ത, ലാംഗ്വേജ് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അംഗനവാടി കഴിക്കുന്നത്. മാത്രമല്ല ഏറ്റവും കുറഞ്ഞ വേതനമാണ് അവിടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിൻലാൻഡ് പോലെയുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ സാലറി റെമ്യൂണറേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏർലി സ്റ്റേജിലാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ഏറ്റവും അലംഭാവം കാണിക്കുന്ന ഏർലി സ്റ്റേജിലാണ്. മാത്രമല്ല ഇതുവരെ നേരത്തെ സർക്കാർ ചെയ്തിരുന്നത് 4ാം ക്ലാസ് വരെ, 4ാം ക്ലാസ്സിന് ശേഷമായിരുന്നു ഇംഗ്ലീഷ് കമ്പൽസറി ആയത്. പിന്നെ CBSE സ്കൂളുകൾ വന്ന് ഇതൊരു കോമ്പറ്റീഷൻ ആയ സമയത്താണ് 1ാം ക്ലാസ്സിലും ഇപ്പോൾ പ്രീ സ്കൂളിലും ഭാഷ കമ്പൽസറി. സർക്കാർ സ്കൂളിലെ കുട്ടികൾ കുളിക്കാൻ തുടങ്ങിയത് CBSE സ്കൂൾ വന്നിട്ടാണ്. കുട്ടികൾ മാത്രമല്ല അധ്യാപകരും. അങ്ങനെയായിരുന്നു. നമുക്ക് ഈ വിഷയത്തില് ഗ്ലോക്കൽ ന്യൂസിലേക്ക് വരാം. അല്ല, ഗ്ലോക്കൽ ന്യൂസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇംഗ്ലീഷോ മലയാളോ അറബിയോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ ഭാഷ മിക്സ് ചെയ്തിപ്പം എക്സ്പെഷ്യലി ആം ടെല്ലിങ് മാപ്പിളപ്പാട്ട്. ഇപ്പൊ മാപ്പിളപ്പാട്ടില് സംസ്കൃതമുണ്ട്, ഭാഷകളുണ്ട്, തമിഴുണ്ട്. ഇതൊരു ആർട്ടാണ്, ആർട്ട് ഫോം. അപ്പം ലാംഗ്വേജ് എസ്പെഷ്യലി ഇസ് എൻ ആർട്ട്. ലാംഗ്വേജ് ഇസ് എ എക്സ്പ്രഷൻ ഓഫ് അവർ ക്രിയേറ്റിവിറ്റി. ഇതിൽ വി ഹാവ് ടു ഒരു ഭാഷയെ മാത്രം, മലയാളത്തിൽ മാത്രം സംസാരിക്കുക, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുക എന്നുള്ള, അതാണ് കോഡ് സ്വിച്ചിങ്. ഇപ്പൊ അരുന്ധതി റോയുടെ സ്മോൾ ഓഫ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ദി ഫസ്റ്റ് നോവൽ റിട്ടൺ ബൈ ദി ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് റൈറ്റർ അരുന്ധതി റോയ്, ദി പ്രസ്റ്റീജിയസ് ബുക്കർ പ്രൈസ്. ഫസ്റ്റ് നോവലെല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡീകോളനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആയിരുന്നു. അതിൽ പേരക്ക, സർക്കാർ, എന്റെ പറമ്പിൽ തൂറിക്കോ എന്ന് വരെ പറയുന്നുണ്ട് ഈ നോവൽ. പാട്ട്. യെസ്. അപ്പൊ പേരക്ക, സർക്കാർ, പറമ്പ്, ഇതൊക്കെ
പർപ്പസ്ഫുള്ളി ഷീ യൂസ് ഇറ്റ്. അത് അതുപോലെ തന്നെ ഉപയോഗിച്ചു. പായസം, പോട്രിച്ച് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പായസം ഈസ് എ ഡെലീഷ്യസ് ഡ്രിങ്ക് ഇൻ കേരള. അതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് വി ക്യാൻ യൂസ്. ഇപ്പം ഗ്രോസ്ബെറി എന്ന് നെല്ലിക്കക്ക് പറയുന്നുണ്ട്. അപ്പൊ ഐ വാണ്ട് എ ഗ്രോസ്ബെറി എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് എ നെല്ലിക്ക എന്ന് പറയാം. ഈസ് കാൾഡ് കോഡ് സ്വിച്ചിങ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നോം ചോംസ്കി. കേരളത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം, സ്ലാപ്പ്. അത് ഒരു കാലത്ത് അത് സെലിബ്രേറ്റ് ചെയ്ത് നടപ്പിലാക്കിയെങ്കിലും പിന്നീട് സർക്കാർ അത് മാറ്റി. ഇപ്പോൾ സർക്കാരിന് കൃത്യമായിട്ട് ഇതിലൊരു ഡയറക്ഷൻസ് ഇല്ല. അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് Dr. Maria Montessori introduces the phonetic method in language. In all the languages we can learn from the house, from the school, from anywhere. And so language is very much important. And so this Glocal news introduced by the Kരണത Nattuvartha through NTV, which give importance for the global and local. That is a mixture of global. ഇപ്പോൾ ഡൽഹിയിൽ ഒരു പുതിയ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. The university itself titled as Glocal University. Glocal University. That is the demanding things, regional. G20 summit under the presidency of India, Vasudhaiva Kudumbakam. The 20 countries, they are coming to India to learn our culture. India has to become the Vishwaguru because the Sri Buddha comes from India. All the culture, convergence of culture that happens in India. Adi Shankar and even Jiddu Krishnamurti, Tagore, Gandhian education system, everything is India. India is a center of culture. അതിനുശേഷമാണ് മെക്കാളോയുടെ മിനിറ്റ്സ് റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മെക്കാളോ പ്രഭുവിന്റെ മിനിറ്റ്സ് റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്ത്യ ഈസ് എ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ്. അതുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൾച്ചർ മാറ്റണം. കൾച്ചർ മാറ്റണമെങ്കിൽ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദി മോഡേൺ സിസ്റ്റം, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹിയർ ഇൻ ഇന്ത്യ. ദാറ്റ്സ് വൈ വി ആർ ഫോളോയിങ് still after the independence we are following the modern education system, like modern medicine, modern education system, that is the English education system here in Kerala. We have to introduce Kurlish, the language of Kerala. We don't want the English means the language of England. We are not living in English, we are not living in England, we are living in Kerala. That's why we can say Kurlish, the language of Kerala. Otherwise it's foolishness. Why we are talking, we are not living in England. We are not going to England. England is just like another country like India. Why we are using this English? അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലേ ഇന്ത്യയുടെ? പിന്നെ അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് കൂടിയാണ് ഇംഗ്ലീഷ്. English is not a global language. Global language, maybe Arabic is using as a global language anywhere in India. Even the China, they are not giving English as English. Their mother tongue is important. അല്ല, ഇംഗ്ലണ്ടിന്റെ കോളനി രാജ്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. Okay, then what ഫോളോ ചെയ്യുന്നത്? That's why this is the time for decolonizing the language. Already globalization process ഇന്ത്യയിൽ വന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. LPG is very dangerous. That time Dr. Manmohan Singh introduces this word. Maybe he is a celebrity economist, introduces LPG policy here in India. India has approved that one. That includes globalization. But we don't want globalization. We need decolonization. But India is a rich country. Why we are globalizing all these things? We have to decolonize. We decolonizing the Indian thought, Indian culture, Indian language. That is the basic idea of cultivation. The cultivation of knowledge, not to uniformity of knowledge. Cultivation stands for diversity. That is, cultivation is not a university, it's not a school, it's a new school of thought. Okay, that's why this is very much important, because Kരണത Nattuvartha means it's a folk language, folk news. That is very much important. പൈതൃകങ്ങളിലേക്ക് മടങ്ങാം, സംസ്കാരങ്ങളിലേക്ക് മടങ്ങാം. Back to heritage. അതാണ് കൾട്ടിവേസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾട്ടിവേസിറ്റി, and we believe a concept like a small is beautiful, not big is. അപ്പൊ ഇമ്മ്യൂണിറ്റി വില്ലേജും കൾട്ടിവേസിറ്റി തമ്മിലുള്ള ഒരു ലിങ്ക് എന്നാണ്. Cultivacity introduces this. There's a campaign is called Immunity for Community. That is called immunity village, not cities.
We have knowledge cities, but we don't English. Because back to village, that is Gandhiji introduced this idea, because all the cities are the mothers. Language. No, villages are the mothers of cities. We have a village, later it became cities, but we had to back to village. India lives in the villages. The real soul of India, soul of Bharat exists, lives in India. That is, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്, നഗരങ്ങളിലല്ല. ഈ ഗ്രാമങ്ങളിൽ ഡെവലപ്മെന്റ്സ് എന്നുള്ള പേരിൽ പരിഷ്കരണങ്ങളും റിഫോർമേഷനും വന്ന സമയത്താണ് ഈ ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി മാറിയത്. We had to back to mother. Villages are the mothers of cities. We have to back to village, back to nature, back to India, and back to future. That is back to immunity. Immunity ലഭിക്കണമെങ്കിൽ we need villages. അതൊരു പ്രാക്ടിക്കൽ ആണോ? Even Dr. APJ Abdul Kalam introduces, when he became the president of India, he introduced an idea of Pura, providing urban to the rural, providing urban facilities to the rural amenities like Pura projects. What is it? Villages നമ്മൾ urban facilities provide ചെയ്ത് ഇതിനൊരു high-tech cities ആക്കി മാറ്റുന്നു. It's totally wrong. We have to live in villages, the beauty of village. For example, Cheruvayal Raman, he got the Padma Shri this time. He lived in a small hut. Many people asked him to sell this. കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ കുടിയിൽ സ്വന്തമാക്കാൻ ധാരാളം ആളുകൾ നോക്കി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, he lived 100-200 years back. അവര് ഉണ്ടാക്കിയ പുല്ലുകൊണ്ടുണ്ടാക്കിയ കുടിലാണ് ചെറുവേൽ രാമൻ. അദ്ദേഹം more than 55 varieties of millet. ഈ ടെക്നോളജികളും ഈ വികസന കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ്. That is the technology. സിറ്റികളിലേ ഉള്ളൂ, നഗരങ്ങളിലേ ഉള്ളൂ. That is the development. What is developments? Sustainable developments നെ കുറിച്ച് നമ്മൾ പറയുന്നു. What is development? Development is to be all the projects and process of our nation to be benefited to the last person of the country. That is called the last in the ladder. All the development should benefit to the last person of the country. നമ്മുടെ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമ്മുടെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഗാന്ധിജിയാണ് ഡെവലപ്മെന്റ്സിന് ഈ ഒരു ഡെഫിനിഷൻ തന്നത്. ദാറ്റ്സ് വൈ കൾട്ട് യൂണിവേഴ്സിറ്റി അഡോപ്റ്റഡ് ദിസ് വൺ ആസ് all the program projects and whatever activity should be benefited to the last person of the country. അതുകൊണ്ടാണ് we introduced, there is a concept that is called 1 rupee knowledge revolution. We can give architecture, engineering, mathematics, science, technology, journalism, media, cookery, whatever these things, all the classes we will give to the students of the learner community at a rupees 1 rupee. 1 rupee per day. 1 rupee knowledge revolution. That is our concept. Already this Prahlad, this management expert, introduces this idea in the business. അതുകൊണ്ടാണ് 1 rupee ഷാംപൂ, 1 rupee ഹോർലിക്സ് ഒക്കെ വിപണിയിൽ വന്നു. നേരത്തെ ബിഗ് ജാറിലുള്ള ഹോർലിക്സും ഇതൊക്കെ പരിശോധിച്ചു. പക്ഷെ നോളജിൽ നോ വൺ ഈസ് നോട്ട് ഇൻട്രൊഡ്യൂസ്. ഒരു എൻട്രൻസ് കോച്ചിങ്, സിവിൽ സർവീസ് കോച്ചിങ്, ഇതുപോലുള്ള കോച്ചിങ് അക്കാഡമിയിലൊക്കെ പോയാൽ ദേ ആർ ഹ്യൂജ് ഫീസ് ദർ. ബട്ട് വി ക്യാൻ റിഡ്യൂസ് ദിസ് എമൗണ്ട് ആൻഡ് ദാറ്റ് വിൽ ബി ബെനിഫിറ്റഡ് ടു ദി പബ്ലിക്. ഇപ്പോൾ 1 rupee പെർ ഡേ ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കൾട്ടിവേഴ്സിറ്റി ചാർജസ് ഫോർ ദി ക്ലാസ്സസ്. ഈ ക്ലാസ് ഒക്കെ ലീഡ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ്. എന്നിട്ട് ഇപ്പോൾ 1 million സ്റ്റുഡൻസ് ആർ ജോയിനിങ് ഇൻ എ ഡേ, വിൽ ഗെറ്റ് 1 million rupees. അപ്പം നമുക്ക് വി ക്യാൻ ഗിവ് 100 rupees, 10 rupees, 1000 rupees, 1 lakh, whatever it is, we can fix a fees. If it is 1 rupee, that is affordable to all. That will be benefited to all. Yeah. But if you are increasing the fee, only very limited people can afford. People. Yeah, only elite people or rich class people will get it. Knowledge has to share. We have the right to take back it. പ്രവാചകന്റെ ഒരു ഹദീസ്,
ഒരു പ്രൊഫറ്റിക് ഹോളി വേർഡ്സ് ഉണ്ട്. ദി നോളജ് ഈസ് എ ലോസ്റ്റ് ട്രഷർ ഓഫ് എ ബിലീവർ. വി ഹാവ് ദി റൈറ്റ് ബാക്ക് ടു ടേക്ക് ബാക്ക് ഇറ്റ്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അറിവ് എന്നുള്ളത് എന്നെ കളഞ്ഞു പോയ മുത്താണ്, അതെനിക്ക് തിരിച്ചു കിട്ടണം. ദാറ്റ് ഈസ് കാൾഡ് കോപ്പി ലെഫ്റ്റ് പോളിസി. Cultivosity believes the copy left policy. From whatever in your knowledge in your pocket, that is my treasure, lost treasure. എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുത്താണ് അറിവ്. And I have the right to take back it. പക്ഷെ മൈക്രോസോഫ്റ്റ് പോലെയുള്ള ബിഗ് കോർപ്പറേറ്റ്സ് കോപ്പി റൈറ്റ് പോളിസിയിൽ എന്താ, നമ്മളൊരു ഷർട്ട് വാങ്ങിയാൽ ഒരു 100 rupees അല്ലെങ്കിൽ 200 rupees 500 rupees 5000 rupees ഞാനൊരു ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷർട്ട് മാറ്റം വരുത്താൻ എനിക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ ആസ് പെർ ദീസ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഓൾ ദീസ് കോർപ്പറേറ്റ് their brand as it is, I can use it. I have no right it. Only the copyright, the right reserved to the author or to the manufacturer or the publisher, like that. That is called copyright. Then we believe a policy is called copy left policy. The Glocal newses have a copy left policies. That means the Quran, Holy Bible, Gita, and all these divine books, divine knowledges are copy left. We can use it, we can share it. Once we share the knowledge will increase. ഒരു കിണറിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നതോറും വെള്ളം ആളുകൾക്ക് കൊടുക്കും തോറും കിണറിൽ പുതിയ ഉറവകൾ വരുന്നു. ഇറ്റ്സ് എ നാച്ചുറൽ. നമ്മുടെ നാട്ടിലെ ആളുകൾക്കാകും. അതുകൊണ്ട് തന്നെ കുടിവെള്ളം വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പുതിയ ഒരു ചിന്തകൾ ഏതായാലും ഇതുപോലെയുള്ള ചിന്തകളാണ് നമ്മുടെ ഈ ലോക്കൽ ന്യൂസിലൂടെ നമുക്ക് ഇനി പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്. ഏതായാലും വലിയ സന്തോഷമുണ്ട് ഏറനാടൻ നാട്ടുവാർത്തയുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ ഒരു രീതിശാസ്ത്രം പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ. ഏതായാലും അടുത്ത ദിവസം വീണ്ടും കാണാം. The first Glocal media, that is NTV, under the ഏറനാടൻ നാട്ടുവാർത്ത. നാട്ടുവാർത്ത means the folk newses or the local newses. Anyway, I would like to congratulate Mr. Abdurrahman to start a new media. Thank you. In the world of corporate media, especially in the post-truth era. Introduce this is the real sustainable things. Okay, thank you very much. Yeah.